സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 5:15 മുതൽ 17 വരെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 17 വരെ പൗലോസ് അപ്പോസ്തലൻ താൻ സ്ഥാപിച്ച എഫേസോസിലെ സഭയിലെ ദൈവജനത്തിന് എഴുതുന്ന പ്രബോധനമാണ്, ഉപദേശമാണ് നാം കേട്ടത്. ഈ എഫേസ്യ ലേഖനത്തിലുള്ള പ്രധാനമായ 4 നടപ്പുകൾ അഥവാ ക്രിസ്തീയ നടപ്പുകൾ നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ക്രിസ്തീയ ജീവിതം ക്രിസ്തു മാർഗത്തിൽ അധിഷ്ഠിതമാണ്, അഥവാ ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. ഇതിന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ 4 തരത്തിലുള്ള നടപ്പുകളെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി 4-ാം അധ്യായം 1-ാം അധ്യായത്തിലാണ് നാം ഇപ്രകാരം വായിക്കുന്നത്. എഫേസ്യർ 4:1. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുക എന്ന്. ഒന്നാമത്തെ നടപ്പ് വിളിക്ക് യോഗ്യമായി നടക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വിളിയാണ്. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഉപദേഷ്ടകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ഇങ്ങനെ വ്യത്യസ്ത വിളികൾ. ദൈവം തൻ്റെ മക്കളായി, പ്രിയമക്കളായി, ശിഷ്യരായി, ദാസന്മാരായി, ദാസിമാരായി ഒക്കെ ജീവിക്കുവാൻ വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ വിളിക്ക്, ആ പരിശുദ്ധ പരമ വിളിക്ക് തന്നെ യോഗ്യമാം വണ്ണം നടക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമതായി എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നാം കാണുന്നത്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ജാതികളുടെ അഥവാ മറ്റുള്ളവരുടെ നടപ്പുകൾ അനുകരിക്കരുതെന്നാണ്. അവർ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കാം, അഥവാ അവർക്ക് തോന്നുന്നത് പോലെ അവർക്ക് നടക്കാം. എന്നാൽ ക്രിസ്തുവിനെ, യേശുവിനെ, ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരു ദൈവപൈതലിന് അപ്രകാരം വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുവാൻ അനുവാദമില്ല എന്ന് സാരം. മൂന്നാമതായി ക്രിസ്തീയ നടപ്പായി നാം കാണുന്നത് എഫേസ്യർ 5:1 ആകയാൽ പ്രിയമക്കൾ എന്നപോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ എന്ന് നാം കാണും. സ്നേഹത്തിലുള്ള നടപ്പ്. ദൈവം സ്നേഹമാവുന്നുവെന്ന് വചനം പറയുന്നു. ആ സ്നേഹത്തിൽ നടക്കുമ്പോഴാണ് നാം ക്രിസ്തീയ നടപ്പിൽ യഥാസ്ഥാനപ്പെടുന്നത്. അവസാനമായി എഫേസ്യർ 5:9 ക്രിസ്തീയ നടപ്പായി നാം കാണുന്നത്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവാനാണ്. ഇരുളും വെളിച്ചവും ഈ പ്രപഞ്ചത്തിലെ 2 സത്യങ്ങളാണ്. ഇരുള് പാപത്തെയും, വെളിച്ചം ദൈവമാർഗത്തിലുള്ള, സത്യമാർഗത്തിലുള്ള
നന്മയുടെ വഴിയെ സൂചിപ്പിക്കുന്നു. അഥവാ ദൈവ ഹിതപ്രകാരമുള്ള ജീവിതത്തെ സൂചിപ്പിക്കുന്നു. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിനെന്നാൽ വെളിച്ചമായ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം വിളിക്ക് യോഗ്യമായും അതുപോലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരവും സ്നേഹത്തിലും വെളിച്ചത്തിലുള്ളവരുമായി നടക്കുവാൻ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.